ഷാബു പ്രസാദ്, 3 സീറ്റുകളിൽ വിജയം എന്നുള്ളതാണ് ഇന്ന് BJP സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മാർത്ഥതയോടെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഘടകം. യഥാർത്ഥത്തിലുള്ള പ്രതിപക്ഷ സ്വരം ഇനി BJPയുടേതായിരിക്കുമെന്നുള്ളതാണ് കെ സുരേന്ദ്രന്റെ ഈ വിഷയത്തിലെ പ്രതികരണം. അങ്ങനെയാകുമോ? ഇല്ല, തീർച്ചയായിട്ടും. അതായത് ഈ ഇരു മുന്നണികളോടും കേരളത്തിലെ ഒരു രാഷ്ട്രീയം നമുക്കറിയാമല്ലോ. BJPക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇപ്പോൾ 10-12% 16% വരെയൊക്കെ വോട്ടുണ്ടായിട്ടും നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതെ പോയത് എന്നതിന് വളരെ ക്ലിയറാണ്. കാര്യം അതിശക്തമായ 2 മുന്നണികളുടെ ഇടയിൽ പോളറൈസ്ഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാണത്. അത് ഈ രണ്ട് മുന്നണികളുടെയും ഭാഗമാകാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പോലും കഴിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത്ര ശക്തമായ രീതിയിൽ ഒരു ആൻറ്റി പിണറായി, ആൻറ്റി ഗവൺമെൻറ്, ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ഈ 3 തരംഗങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്ന അതിശക്തമായൊരു സുനാമിയാണ് ഇവിടെ സംഭവിച്ചത്. അതിനിടയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്സിന് വളരെ വിജയകരമായിട്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷനും അവർക്ക് ചെയ്യാൻ സാധിച്ചു. അത് അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജി കറക്റ്റായിരുന്നു. അവർ അതിൻ്റെ അകത്ത് വളരെ സക്സസ് ആയത്. ഇത്രയും ഘടകങ്ങളുടെ ഇടയിൽ കൂടെ BJP 3 പേരെ വിജയിപ്പിച്ചെടുത്തു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത്ര ശക്തമായിട്ട് കേരളത്തിൻ്റെ പൊളിറ്റിക്സ് അതാണ്, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അതാണ്. അതുകൊണ്ട് തന്നെ അതും വിജയിച്ച് വന്നവരാരാണ്? വിജയിച്ച് വന്നവർ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, അതേപോലെ ഇവിടെ ചാത്തന്നൂരിൽ നിന്ന് വിജയിച്ച് വന്ന കാര്യം അവരൊക്കെ സീനിയറായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ശക്തമായ രീതിയിൽ തന്നെ നിയമസഭയിൽ അവർക്ക് കിട്ടുന്ന അവസരത്തിൽ രാഷ്ട്രീയവും ജനങ്ങളുടെ ഇഷ്യൂവും വളരെ ശക്തമായി അഗ്രസീവായിട്ട് തന്നെ അവർക്ക് അവതരിപ്പിക്കാൻ കഴിയും. ഇവിടെ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഘട്ടങ്ങളിൽ ഈ ഇരു മുന്നണികളും വളരെ ഓപ്പണായിട്ട് തന്നെ ഒത്തുകളിച്ചിട്ടുമുണ്ട്. മഞ്ചേശ്വരത്തും കാസർഗോഡും ഒക്കെ BJP പരാജയപ്പെട്ടതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഞാൻ സത്യം പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ക്രോസ് വോട്ടിംഗ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. കാരണം ഇരു മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമാണത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പോലും മഞ്ചേശ്വരത്തും കാസർഗോഡും CPM മുസ്ലിം ലീഗിന് വോട്ട് മറിച്ച് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. അവരുടെ ഡേറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാൻ പറയും. ഇത്രയധികം പ്രതികൂല സാഹചര്യത്തിൽ സീനിയറായിട്ടുള്ള ഇമേജുള്ള പ്രതിച്ഛായയുള്ള 3 പേരാണ് നിയമസഭയിലെത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രസൻസ് നന്നായിട്ട് തന്നെ ഈ വിജയം നന്നായിട്ട് തന്നെ BJP ശക്തമായൊരു മത്സരം CPM-ഉം കോൺഗ്രസും തമ്മിലില്ല എന്നത് വ്യക്തമാണല്ലോ. അങ്ങനെ ഒരു ത്രികോണ പോരാട്ടം ഇവിടെ നടക്കുന്ന മണ്ഡലമായിരുന്നു നേമം. അതുകൊണ്ടാണ് അവിടെ നേമത്ത് രാജീവ് ചന്ദ്രശേഖറിന് ജയിക്കാൻ കഴിയുന്നത്. പക്ഷെ മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം CPM-ഉം കോൺഗ്രസും തമ്മിൽ, അല്ലെങ്കിൽ CPM-ഉം UDF-ഉം തമ്മിൽ അത്രമേൽ ശക്തമായ മത്സരമില്ല. അവർ ഇന്ത്യ മുന്നണിയല്ലേ, അവരങ്ങനെ ചിന്തിച്ചതിൽ തെറ്റ് പറയാനുണ്ടോ? നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം പരിഹസിക്കുന്നതല്ലേ ആ മുന്നണി ഐക്യത്തെക്കുറിച്ച്? ഇല്ല, അല്ല, ഞാനതിന് തെറ്റ് പറഞ്ഞതല്ല മാധു. അതിനെ തെറ്റ് പറഞ്ഞതല്ല. അതവരുടെ നയമാണ്, അവരുടെ തന്ത്രമാണ്. ഒരു കാരണവശാലും CPM അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ജയിച്ചോട്ടെ, എന്നാലും CPM BJP ജയിക്കാൻ പാടില്ല എന്ന അവരുടെ തീരുമാനമാണത്. ഞാനതിനെ കുറ്റം പറയുകയല്ല ചെയ്തത്. ആ തീരുമാനം അവർ നടപ്പാക്കി. ഞാൻ പറഞ്ഞത് BJP ഈ തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ 3 സീറ്റുകളിൽ വിജയിച്ചത് എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഇവിടെ BJPക്കെതിരാണ്. ഇവിടുത്തെ സാമൂഹ്യാവസ്ഥ, ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ, മാധ്യമങ്ങളുടെ സമീപനം എല്ലാം BJPക്കെതിരാണ്. ഇവിടെ എല്ലാം BJPക്ക് അനുകൂലമായ ഒരു ഘടകം പോലും ഇല്ല. എന്നിട്ടും ആ അവസ്ഥയിലും BJP ജയിച്ചു എന്നുള്ളത് 3 സീറ്റിൽ ജയിച്ചു എന്നുള്ളത് 5 സീറ്റിലെങ്കിലും ജയിക്കേണ്ടതായിരുന്നു. ജയിച്ചു എന്നുള്ളിടത്താണ് അവിടെ അതിന്റെ ആ വിജയത്തിന്റെ തിളക്കം ഇരിക്കുന്നത്. മാധു, ശരി, ശ്രീ CP രാഷ്ട്രീയ ഞാൻ അങ്ങേലേക്ക് വരാമേ. ഞാനവരെ കുറ്റം പറഞ്ഞൊന്നുമല്ല. ശരി, CP രാഷ്ട്രീയ ഞാൻ അങ്ങേലേക്ക് വരാം. ഒരു ഇടവേള എടുക്കേണ്ടതുണ്ട്. ഈ ആദ്യ ഊഴം പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് 3 മുന്നണിയുടെയും വക്താക്കൾക്ക് മാധ്യമങ്ങളുടെ സമീപനത്തെക്കുറിച്ച് പരാതികളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പക്ഷമില്ല എന്ന് വിചാരിക്കുന്നു. Debate with Madhu Saji.